ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എല്ലാവരും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾക്കെല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും യൂണിവേഴ്സ് തന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ധന്യമാക്കട്ടെ. എല്ലാ പോസിറ്റിവിറ്റിയും നിങ്ങളിലേക്ക് എത്തട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് പൊന്നോണം ആശംസിക്കുകയാണ്. ഓക്കെ, നമുക്കിന്ന് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ഒരു സമയത്ത് ടാരോ നിങ്ങളോട് പറയുന്നതെന്നും എന്താണ് ഇന്ന് അറിയേണ്ടതെന്നും നമുക്ക് നോക്കാം. എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആവുക. അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്. പേഴ്സണൽ റീഡിംഗ് അല്ല. റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, കാർഡുകൾ ഷഫിൾ ചെയ്യണേ. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? ബി പോസിറ്റീവ്. ബി പോസിറ്റീവ്. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? കാർഡുകൾ എന്താണെന്ന് നോക്കാം. വേൾഡ് കാർഡാണ്. ഓക്കെ, നോക്കാം. പേജ് ഓഫ് സോർഡ്സ്, 6 ഓഫ് wands, 3 of wands, 6 of swords, Page of Pentacles, Ace of Cups, 10 of Wands. ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് സണ്ണാണ്. ഓക്കെ, കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ: വേൾഡ് കാർഡ്, പേജ് ഓഫ് സോർഡ്സ്, 6 of wands, Ace of Cups, 3 of wands, 6 of swords, Page of Pentacles and 10 of wands. ബോട്ടം ഡക്ക് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കൊരു കംപ്ലീഷനാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് വളരെയധികം സംതൃപ്തിയുള്ളതായിട്ടും അതുപോലെ തന്നെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ടും ഒക്കെ തോന്നുന്നുണ്ടാവും. ഒരു ഹോൾനെസ് അങ്ങനെ തോന്നുന്നുണ്ടാവും. പലതും നേടിയതായിട്ടും ഒരു ഫുൾഫിൽമെൻ്റ് ഒക്കെ തോന്നുന്നു. അതുപോലെ തന്നെ സെലിബ്രേഷൻ, വളരെയധികം ഒരു സെലിബ്രേഷൻ നിങ്ങളിലേക്ക് വരുന്നു. സെലിബ്രേഷൻ മൂഡിലാണുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ട്രാവൽ, ഇതൊക്കെയാണ് വരുന്നത്. അതുപോലെ നിങ്ങൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നു. അതുപോലെ എന്താണ്, നിങ്ങൾ വളരെയധികം ഭംഗിയിൽ ഒരുങ്ങി നല്ല രീതിയിൽ ഒരുങ്ങുന്നു. അതുപോലെ തന്നെ ഒരു ഡാൻസിങ് ഗേളിനെ പോലെ, അല്ലെങ്കിൽ വളരെയധികം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഒരു എൻജോയ്മെൻറ്റ് മോഡിൽ വളരെ ഹാപ്പി ആയിരിക്കുന്നു എന്നുള്ളതാണ് വേൾഡ് കാർഡ് ഇവിടെ പറയുന്നത്. ഒരു കംപ്ലീഷനും കൂടിയാണ്. അതുപോലെ തന്നെ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. ഓക്കെ, റിലേഷൻഷിപ്പിലൊക്കെ എന്താണ്, നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരു ഫീലിംഗ്, ഒരു പൂർണ്ണത നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ നിങ്ങളിലേക്ക് നിങ്ങളുടെ കുറവുകളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ്. എന്നെ പറഞ്ഞല്ലോ, ഇവിടെ ട്രാവലിൻ്റെ ഒരു ഇതും, നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു. അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നു. ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നല്ല ഡ്രസ്സ് ഇടുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. വേൾഡ് കാർഡ് ഒരു കംപ്ലീഷനും കൂടിയാണ്. ഓക്കെ, പിന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഇതും ഇവിടെ കാണുന്നുണ്ട്.
ഇഷ്ടപ്പെട്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓണമൊക്കെയാണ്, അതുകൊണ്ട് എല്ലാവരും നല്ല അണിഞ്ഞൊരുങ്ങൊക്കെ ചെയ്യുന്നുണ്ടാവും. അതാണ് എല്ലാവരും നല്ല പറയുന്നത് കേൾക്കാനും ഒക്കെ ഉണ്ടാവും. അതാണ് ഇവിടെ വേൾഡ് കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ഹാപ്പി ആയിരിക്കും, ഒരു ഡാൻസിങ് ഗേളിനെ പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞാൽ ജെൻഡർലെസ് ആണ്, അപ്പോൾ അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കാം. ഓക്കെ, അടുത്തത് പേജ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളിലേക്ക് പുതിയ ഒരു ഐഡിയ നിങ്ങളിലേക്ക് വരുന്നു. മുമ്പ് നിങ്ങൾ ചെയ്യാൻ വിചാരിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളാണ് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സാഹചര്യം അനുകൂലമാവാത്തതുകൊണ്ട് തന്നെ മാറ്റിവെച്ച കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു കോഴ്സായിരിക്കാം മേ ബി വരുന്നത്. വളരെയധികം നിങ്ങൾക്ക് അറിവ് നേടണം, സമ്പാദിക്കണം എന്ന ആ ഒരു രീതിയിൽ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടും നിങ്ങൾ അതിലേക്ക് പോകുന്നതുമായിട്ടാണ് കാണുന്നത്. പിന്നെ നല്ല രീതിയിൽ മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്നു. അതുപോലെ വളരെ ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് പേജ് ഓഫ് സോർട്സ് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ്ങർ എനർജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാം എന്നുള്ളതാണ്. ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥയായിരിക്കും. എല്ലാത്തിലും എടുത്ത് ചാടി പ്രവർത്തിക്കുന്നതായിട്ടും എനർജറ്റിക് ആയിട്ടും ഒരു യൂത്ത്ഫുള്ളായിട്ട് കാണുന്നു. അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് സോർട്സിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം മുൻപ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യമൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യവും വളരെ സ്മാർട്ടായിട്ടാണ് ചെയ്യുന്നത്, എങ്കിലും ആ ഒരു എനർജി നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ നല്ല ഒരു എൻജോയ്മെൻ്റ് മൂഡിലും ആയിരിക്കാം. പിന്നെ ചിലപ്പോൾ ഇവിടെ ഒരു ഇത് കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള ഒരു തുടക്കം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് മുൻപ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അതിൽ ഉൾപ്പെട്ടുള്ള വ്യക്തികളായിരിക്കാം. അതിൽ ചെറിയൊരു മനസ്സിൽ ആ ഒരു ചിന്ത വരുന്നു എന്നുള്ള രീതിയിലാണ്. മനസ്സിൽ നിങ്ങൾ അത് ഓർക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള എനർജിയും കൂടെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് മുമ്പുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ഇതായി നിൽക്കേണ്ട ആവശ്യമില്ല. അതിനെ അങ്ങ് വിട്ടുകളയേണ്ടതാണെങ്കിൽ വിട്ടുകളയുക, കോംപ്രമൈസ് ചെയ്യേണ്ടതാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു കാര്യമാണ്. മുൻപുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഇടപെടാതിരിക്കുക. അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രം തീരുമാനിക്കുക. പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനം എടുക്കാതിരിക്കുക എന്നതാണ് ഇവിടെ പേജ് ഓഫ് സോർട്സ് പറയുന്നത്. അടുത്തത് 6 ഓഫ് വാൺസ് ആണ്. നിങ്ങളിലേക്കൊരു പബ്ലിക് റെക്കഗ്നേഷൻ വരുന്നു. അതുപോലെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ്. പിന്നെ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ്. സിറ്റുവേഷൻ വളരെയധികം എൻജോയ് ചെയ്യുന്നു. നിങ്ങൾ മറ്റുള്ളവർ നല്ല പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ഉള്ള ആ ഒരു അവസരം നിങ്ങളിലേക്ക് ലഭിക്കുന്നു. കല്യാണങ്ങളിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ, കല്യാണം മാത്രമായിട്ടുള്ള ആഘോഷം, അതായത് ഒരുപാട് പേർ കൂടിച്ചേർന്നിട്ടുള്ള ആഘോഷങ്ങൾ, ആരവങ്ങൾ, ഇതിലൊക്കെ പങ്കെടുക്കുന്നു. നല്ല രീതിയിൽ നിങ്ങൾ പ്രശംസിക്കപ്പെടുന്നു, സമ്മാനങ്ങൾ ലഭിക്കുന്നു. അതുപോലെ വിജയം നിങ്ങളിലേക്ക് വരുന്നു. ഒരുപാട് നാളായിട്ട് കാത്തിരുന്നിട്ടുള്ള വിജയം നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ പാഷനിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു. നിങ്ങളിലേക്ക് ഒരു പുരോഗതി വരുന്നു എന്നുള്ളതൊക്കെയാണ് 6 ഓഫ് വാൺസ് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് തന്നെ അഭിമാനിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. സ്വയം ഒരു ഞാൻ അടിപൊളിയാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു സ്വയം അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നതായിട്ടും മറ്റുള്ളവരത് അംഗീകരിക്കുന്നതായിട്ടും മറ്റുള്ള പലരിൽ നിന്നും നിങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്നതായിട്ടുമാണ് ഈ ഒരു 6 ഓഫ് വാൺസ് ഇവിടെ പറയുന്നത്. അടുത്തത് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഒരു പുതിയ ഒരു തുടക്കമാണ് വരുന്നത്. പുതിയൊരു തുടക്കം, പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു. ഒരു ഓഫർ ആയിരിക്കാം, പ്രപ്പോസൽ ആയിരിക്കാം, കല്യാണത്തിൻ്റെ പ്രപ്പോസൽ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സ്നേഹം, പിന്നെ കമ്പാഷൻ,
ഒക്കെയാണ്. ചിലർക്കൊക്കെ ഇത് സ്പിരിച്വാലിറ്റിയിലേക്കാണ്, സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇൻഡ്യൂഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ സ്പിരിച്വലി അവേക്കനിങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. പുതിയൊരു ആ ഒരു കോഴ്സ് പഠിക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ചിലർക്കൊക്കെ എന്താണ് ഒരു കുട്ടി ജനിക്കാനുള്ള ഒരു ന്യൂ ബേബി, ഒരു കുട്ടി ജനിക്കാനുള്ള ആ ഒരു ഇത് വരുന്നു. അതുപോലെ തന്നെ അതിന് പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ ആ ഒരു ഇത് ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കല്യാണം ആലോചിക്കുന്നവർക്ക് അത് വരുന്നു, മാരേജ്, അതുപോലെ തന്നെ കല്യാണ ആലോചന, പ്രപ്പോസൽ, കല്യാണം, ഇതൊക്കെയാണ് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് 3 ഓഫ് വാൺസ് ആണ്. 3 ഓഫ് വാൺസ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു ട്രാവൽ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അതിൻ്റെ പ്രോഗ്രസ് ലേക്ക് നിങ്ങൾ നോക്കുകയാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള, ഇപ്പം വിദേശത്തേക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടും അതിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത്. പോകാനായിട്ടുള്ള നിങ്ങളുടെ പാഷൻ അനുസരിച്ച് പോകാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിട്ടും, അതുപോലെ തന്നെ മുന്നോട്ടേക്കുള്ള ഓപ്പർച്യൂണിറ്റീസിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രൊസീഡിങ്സ് നടത്തുന്നതായിട്ടും, അതിനെ ചിലരൊക്കെ ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെയധികം അതായത് ഒരുപാട് ദീർഘകാലത്തേക്ക് ലോങ് ടേം ആയിട്ടുള്ള വിഷനിലൂടെ നിങ്ങളതിനെ കാണുന്നു, മുന്നോട്ടേക്ക് നോക്കുന്നു എന്നുള്ളതാണ് ഇവിടെ 3 ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത്. ചിലപ്പോൾ ഇത് വിദേശത്ത് നിന്ന് വരാനുള്ള തയ്യാറെടുപ്പുമായിരിക്കാം കേട്ടോ. അതിനുള്ള ടിക്കറ്റ് നോക്കുന്നതായിരിക്കാം, പ്ലാൻ ചെയ്യുന്നതുമായിരിക്കാം, എന്തായാലും നിങ്ങളുടെ പാഷനിലേക്ക് പോകുന്നതുമായിരിക്കാം, പുതിയ കോഴ്സിന് പോകുന്നതായിരിക്കാം, പുതിയൊരു അവസരത്തേക്കുള്ള തയ്യാറെടുപ്പ്. അതുപോലെ നിങ്ങൾ ഇവിടെ ആത്മവിശ്വാസം കൊണ്ടാണ് കേട്ടോ, ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക്, എന്ത് തിരിച്ചടികളും വന്നോട്ടെ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലവർ എന്താണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ഒരുക്കമായിരിക്കാം. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഒരു വെക്കേഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരു 1 ഡേ ട്രിപ്പോ അതെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതുമായിരിക്കാം. അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, ഒരു 1 ഡേ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ട്രിപ്പ്, ഇത് പ്ലാൻ ചെയ്യുന്നതുമായിരിക്കാം. ഓക്കെ, അതായത് ഒരു ബ്രേക്ക് എടുക്കുന്നു, അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നു, പുറത്തേക്ക് പോകാന്നുള്ള രീതിയിൽ. വെക്കേഷനൊക്കെ ആണല്ലോ, അതുകൊണ്ട് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തതുമായിരിക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് നിങ്ങൾ ഓക്കെ ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും അസുഖങ്ങളുണ്ട് അത് മാറുന്നതായിട്ടും നിങ്ങൾ നോർമൽ ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്തത് 6 ഓഫ് സോർട്സ് ആണ്. നിങ്ങളിലേക്ക് ഒരു ചേഞ്ചാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് എൻറ്റയർലി ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത്. പഴയ കാര്യങ്ങൾ, പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ശാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടാതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നതായിട്ടാണ്. ആ ഒരു കാര്യത്തിൽ നിന്നും മാറുന്നു. ചിലവരൊക്കെ ഇഷ്ടമല്ലാത്ത ജോലിയിൽ നിന്നും നല്ലൊരു രീതിയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്, അതിൽ നിന്ന് മൂവ് ചെയ്യുന്നു എന്നുള്ളതും, ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാം പിറകിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ചിലർ കടബാധ്യത മൂലം മുന്നോട്ടേക്ക് കടബാധ്യത മൂലം അതിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് അതിൽ നിന്നും മറ്റൊരു ഇതിലേക്ക് പോകുന്നു. ചില ഇഷ്ടമല്ലാത്ത ജോലികളിൽ നിന്നും മാറി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. കടബാധ്യത മൂലം ഉപേക്ഷിച്ചിട്ട് പല കാര്യങ്ങളും ഉപേക്ഷിച്ച് വീട് കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് മൂവ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നു. വേണ്ടാത്തതായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ സ്പിരിച്വലി നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നതായിട്ടും, അതായത് ആ ഒരു ഇതിൽ നിന്നും നിങ്ങൾ മാറും. നിങ്ങൾ കാർമികമായിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നതായിട്ടാണ് ഇവിടെ 6 ഓഫ് സോർഡ്സ് പറയുന്നത്. അടുത്തത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളിലേക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ ട്രൂ ആയിട്ട് വരുന്നു എന്നുള്ളതാണ്.
ഓക്കെ, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അതിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്കാവുന്നു എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങളിലേക്ക് ഒരു അവസരം വരുന്നതായിട്ടും, അതുപോലെ നിങ്ങളിൽ ഒരു കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പഠിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ തുടക്കവുമായിരിക്കാം, ആ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു. അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു, കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യം കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതുമാണ്. പിന്നെ വളരെയധികം ആഗ്രഹത്തോടുകൂടി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും, നിങ്ങൾ വളരെയധികം അംബീഷ്യസ് ആയിട്ട് എല്ലാ കാര്യം ചെയ്യുന്നതായിട്ടുമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നതായിട്ടും അതുപോലെ തന്നെ സ്വയം അഡ്മയർ ചെയ്യുന്നതായിട്ടും കാണും. ഇവിടെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു സംരംഭം തുടങ്ങുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതിൽ പക്ഷേ എന്താണ്, നിങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ ധനപരമായിട്ട് നിങ്ങളിലേക്ക് പണം വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളിലേക്ക് പണം വരുന്നു, അതിനൊരു അവസരം വരുന്നു, പണം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു. അതുപോലെ നിങ്ങളതിനുള്ള റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനും പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ചിലർക്കൊക്കെ എന്താണ് ഈ മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ചിലർക്കൊക്കെ കാലുവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കാലുവേദന നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അടുത്തത് 10 ഓഫ് വോൺസ് ആണ്. ഇവിടെ 10 ഓഫ് വോൺസിൻ്റെ എനർജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ആ ഒരു സൈക്കിൾ എൻഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഒരു സൈക്കിൾ എൻഡ് ചെയ്യുന്നു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തീർത്തു, എന്നിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ 10 ഓഫ് വാൺസിൻ്റെ എനർജിയിൽ ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് ജോലി ഭാരങ്ങൾ തലയിലെടുത്ത് വെച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾക്ക് വേണ്ടുന്നതിലും കൂടുതൽ നിങ്ങൾ ഭാരം ചുമന്നിട്ടുണ്ടാവാം. അതിനൊക്കെ നിങ്ങൾ അവിടെ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ഷോൾഡറിൽ നിന്ന് അത് ഇറക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ ചിലരുടെ എനർജി പറയുന്നത്. ചിലരുടെ എനർജി പറയുന്നത് നിങ്ങൾ ഓവർ വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയം കൂടെയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ജോലികൾ അവർക്ക് കൊടുക്കുക. എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വന്തം ചുമലിലേറ്റിയിട്ട് ഒരു ബേർഡനായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതൊക്കെ അവരുടെ ജോലിയും അവരിലേക്ക് ഏൽപ്പിക്കുക. എല്ലാം ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഞാനാണെല്ലാം ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി മാറ്റുക. എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ്, ഹാർഡ് വർക്കൊക്കെ ഒന്ന് കുറച്ചൊന്ന് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാതെ ഹെവിനെസ് തോന്നുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓവർ ബേർഡൻഡ് ആയിട്ട് വല്ലാതെ ഹെവിനെസ് നിങ്ങളിലേക്ക് അനുഭവപ്പെടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ വർക്കുകളൊക്കെ കുറക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചിലർക്ക് ഇത് ഒരു സൈക്കിളിൻ്റെ എൻഡിങ് ആണ്. എൻഡ് ചെയ്ത് അടുത്തൊരു സൈക്കിള് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലൊരു മടുപ്പ് തോന്നുന്ന പോലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അവിടെ നിർത്തരുത്. നിങ്ങളുടെ പാഷനിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം അടുത്തത് നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ്. ഇതൊരു സൈക്കിളിൻ്റെ എൻഡ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ അമിതഭാരവും ഹെവിനെസ്സും പെട്ടെന്ന് ഒരു മൂഡ് ചേഞ്ചിങ്ങും ഒക്കെ വരുന്നത്. അതൊക്കെ ഈ ഒരു സൈക്കിളിൻ്റെ എൻഡ് ആയതുകൊണ്ടാണ്. പക്ഷേ അങ്ങനൊരു ഇതും വരാം കേട്ടോ. എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതും കൂടെയാണ്. കുറേ പേർ അതിൽ നിന്നും മാറിപ്പോകുന്നതുമായിട്ടും കാണുന്നുണ്ട്. അതൊക്കെ മാറി പുതിയൊരു എനർജിയിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് 10 ഓഫ് വാൺസ്. അടുത്തത് ബോട്ടം എനർജിയായി വന്നിരിക്കുന്നത് സൺ കാർഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആയിട്ടും ഒരു കുട്ടിയെ പോലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നതായിട്ടും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നതായിട്ടും ഒരു കുട്ടിത്തമുള്ളൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ടും ആണ് ഇവിടെ ഓവറോളായിട്ട് കാണുന്നത്. ഓവറോൾ വളരെയധികം എനർജറ്റിക് ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊരു കൊച്ചു കുട്ടിയെ പോലെ പ്രവർത്തിക്കുന്നതായിട്ടും പുതിയൊരു ഉണർവ് അല്ലെങ്കിൽ ഊർജം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലൊരു ഫൺ കാണുക, എൻജോയ്മെൻറ്റ് മോഡ്,
അതുപോലെ തന്നെ ഒരു സെലിബ്രേഷൻ, സക്സസ് എല്ലാം നല്ലതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ടും നല്ലൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കുറേ പേർക്കൊക്കെ ഈ ഒരു ജോലി ഭാരം അത് നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ടും ഒരു പുതിയൊരു സൈക്കിള് തുടങ്ങുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും കുറേ പേർക്ക് അതിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടും ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് മാറുന്നതായിട്ടാണ് ഇവിടെ ഒരു ഫീൽ വരുന്നത്. കാരണം ഓവറോൾ നിങ്ങൾക്കൊരു സണ്ണിൻ്റെ എനർജി ആയിരിക്കും. ഇതുവരെ ഉള്ളതിൽ നിന്നും ആ വേദനകളൊക്കെ മാറിയിട്ട് പുതിയൊരു ഉണർവ് നിങ്ങളിലേക്ക്, ഒരു പുത്തൻ ഉണർവ് വരുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇതാണ് സൺ കാർഡിൻ്റെ എനർജി. പിന്നെ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം, സൺ കാർഡും കൂടെ വന്നുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഇന്നർ ചൈൽഡ്, അതായത് നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ചെയ്യാൻ ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് കുറേ കളികളിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഒത്തുചേർന്ന് സന്തോഷത്തിൽ നിൽക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു കുട്ടിത്തം നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വളരെ നല്ലൊരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും എല്ലാ ഇപ്പം ഓണമാണ്, അതുകൊണ്ട് തന്നെ എല്ലാ കളികളിലും, എല്ലാ എൻജോയ്മെൻറ്റിലും, എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക, മതിമറന്ന് സന്തോഷിക്കുക. ഒരു കുട്ടിയെ പോലെ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് അവിടെ ഹീലാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പിരിച്വലി പോകുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഒരു മാറ്റം വരുന്നതായിരിക്കും. കാരണം അവരുടെ ആ ഒരു ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾക്ക് പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയും അതിലൂടെ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലാവുകയും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സ് കൊണ്ടുതരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാത്തിലും പങ്കെടുക്കുക. ഈ ഒരു നിമിഷം എൻജോയ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ചിന്തകളും നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ അവസരത്തെ പാഴാക്കാതിരിക്കുക. പക്ഷെ വളരെയധികം ശ്രദ്ധയോടുകൂടി മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്യുക, എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് ഒരുങ്ങുക, നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, സംസാരിക്കുക. എല്ലാത്തിലും ഒരു കുട്ടിത്തം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് സൺ കാർഡിൻ്റെ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വളരെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ സക്സസ്സും അതുപോലെ റെക്കഗ്നേഷൻ, അതായത് മാനിഫെസ്റ്റ് ചെയ്ത കാര്യം, പണം, ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്ന പുതിയൊരു അവസരം, പുതിയ പ്രപ്പോസൽസ്, പുതിയ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു യാത്രയുടെ കാർഡുണ്ട്, രണ്ട് യാത്രകളുടെ കാർഡുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകാൻ തീരുമാനിക്കുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ജോലിഭാരം ഒന്ന് കുറക്കുക എന്നുള്ളതാണ്. പിന്നെ സണ്ണിൻ്റെ എനർജിയാണ്, പിന്നെ എന്താണ് വേണ്ടതല്ലേ. അപ്പോൾ ഒരു സണ്ണിനെ പോലെ എല്ലാവരും പ്രകാശിക്കുക. ഇതെല്ലാം എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. വളരെയധികം ഹാപ്പി ആയിരിക്കാൻ പറ്റട്ടെ. ഇന്നത്തെ ഒരു ദിവസം വളരെയധികം എൻജോയ്മെൻറ്റോടുകൂടിയും എല്ലാ സന്തോഷത്തോടു കൂടിയും നിങ്ങൾക്ക് നല്ലൊരു എനർജിയിൽ നിൽക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഏഞ്ചൽസ് കാർഡും കൂടെ ഒന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. ഏഞ്ചൽസ് എന്താണ് പറയുന്നത്? ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അത് നോക്കുക. പ്ലാനൊക്കെ ചെയ്യും, പുറത്തേക്ക് പോകാനുള്ള പ്ലാനൊക്കെ ചെയ്യുന്നതാണെങ്കിൽ മോർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബി അസേർട്ടീവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ വാക്കുകളെ വിശ്വസിച്ച് അവർക്കനുസരിച്ച് മാറാതെ സ്വന്തം കാര്യങ്ങളിൽ, സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. അസേർട്ടീവായി നിൽക്കുക, സ്വന്തം കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. അടുത്ത കാർഡ് നോക്കാം. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ എന്തായാലും തീർച്ചയായിട്ടും ഇംപ്രൂവ് ആവും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. ഇപ്പോഴത്തെ സാഹചര്യം മാറിയിട്ട് നല്ല സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരും, അത് ഇമ്പ്രൂവ് ആവുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കോംപ്രമൈസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനും നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടി ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ
എല്ലാ വ്യൂവേഴ്സിനും നന്ദി. നിങ്ങളുടെ ഓരോ ലൈക്കിനും കമൻറ്റിനും എല്ലാം നന്ദി പറയുന്നു. എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരട്ടെ. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ലഭിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.